ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത് ആ രാജ്യത്തെ ജനങ്ങളാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഭരണഘടനയാണ് ഇവിടെ ഏറ്റവും വലിയ ശക്തിയെന്നും നമ്മൾ കരുതുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പുകളോ ഭരണഘടനയോ ഒന്നുമല്ല, ഡൽഹിയിലെ ഒരു ആശ്രമത്തിലെ താന്ത്രിക വഴിയും ഒരാൾ ദൈവത്തിന്റെ വിരലനക്കങ്ങളുമായിരുന്നു കേന്ദ്ര മന്ത്രിസഭയെ വരെ തീരുമാനിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറുടെ ഭാവി പ്രവചിച്ചയാൾ, ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ വ്യാപാരി, അദ്നാൻ ഖഷോഗിയെ ഭക്തനാക്കിയ വ്യക്തി, പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ നിഴലായി നിന്ന് രാജ്യത്തിന്റെ പ്രതിരോധ കരാറുകൾ നിയന്ത്രിച്ച ഒന്നാം നമ്പർ പവർ ബ്രോക്കർ, നെമി ചന്ദ് ജെയിൻ എന്ന സാധാരണക്കാരനിൽ നിന്നും ലോകരാജ്യങ്ങളെ വിറപ്പിച്ച ചന്ദ്രസ്വാമി എന്ന സാമ്രാജ്യത്തിലേക്കുള്ള വളർച്ചയും, രാജീവ് ഗാന്ധി വധക്കേസിന്റെ നിഴൽ വഴി ഒടുവിൽ തീഹാർ ജയിലിന്റെ അഴികൾക്കുള്ളിലേക്ക് എറിയപ്പെട്ട ചരിത്രവുമാണിത്. 1948 രാജസ്ഥാനിൽ ജനിച്ച നെമി ചന്ദ് ജെയിൻ ചെറുപ്പത്തിൽ തന്നെ താന്ത്രിക വിദ്യയിലും ജ്യോതിഷത്തിലും ആകൃഷ്ടനായി. ആത്മീയത എന്ന ഡൽഹിയിലെ അധികാര ഇടനാഴികളിലേക്കുള്ള കുറുക്കു വഴിയാണെന്ന് അയാൾ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. 80കളിലും 90കളിലും ഡൽഹി രാഷ്ട്രീയം കുലുങ്ങിയപ്പോൾ അതിന്റെ കേന്ദ്ര ബിന്ദു ഡൽഹിയിലെ വിശ്വധർമ്മ ആയാധൻ സൻസ്ഥാൻ എന്ന ഇയാളുടെ ആശ്രമമായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അനുവദിച്ചു കിട്ടിയ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഈ സ്ഥലം പിന്നീട് ഇന്ത്യയുടെ സമാന്തര ഭരണകേന്ദ്രമായി മാറി. PV നരസിംഹറാവുമായിട്ടുള്ള ബന്ധമായിരുന്നു ചന്ദ്രസ്വാമിയുടെ പ്രധാന കരുത്ത്. 70കളിൽ ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയം മുതൽ ആരംഭിച്ച ഈ സൗഹൃദം 91-ൽ റാവു പ്രധാനമന്ത്രിയായതോടെ കൊടുമുടിയിലെത്തി. റാവുവിന്റെ ഭരണകാലത്ത് ആരാണ് മന്ത്രിയാകേണ്ടത്, ഏത് വിദേശ കമ്പനിയാണ് പ്രതിരോധ കരാർ നൽകേണ്ടത് എന്നതെല്ലാം തീരുമാനിച്ചിരുന്നത് ചന്ദ്രസ്വാമിയായിരുന്നു. ചന്ദ്രസ്വാമിയുടെ സ്വാധീനം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇതിനുദാഹരണമാണ്. 1975-ൽ ലണ്ടനിൽ വെച്ച് താച്ചറെ കണ്ട ഇയാൾ 9 വർഷത്തിനുള്ളിൽ അവർ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രവചിച്ചു. പ്രവചനം സത്യമായതോടെ താച്ചർ ഇയാളുടെ വലിയ ആരാധകനായി മാറി. എന്നാൽ അന്താരാഷ്ട്ര സാമ്രാജ്യത്തിന്റെ പ്രധാന സൂത്രധാരൻ സൗദി ആയുധ വ്യാപാരി അദ്നാൻ ഖഷോഗി ആയിരുന്നു. ഖഷോഗിയുടെ നബില എന്ന ആഡംബര യാച്ചിലെ സ്ഥിരം സന്ദർശകനായി മാറി ചന്ദ്രസ്വാമി. ഖഷോഗി വഴിയാണ് ഇയാൾ ഹോളിവുഡ് നടി എലിസബത്ത് ടെയ്ലർ, ബ്രൂണെ സുൽത്താൻ തുടങ്ങിയ പ്രമുഖരിലേക്കൊക്കെ എത്തിയത്. സ്വന്തം പ്രൈവറ്റ് ജെറ്റുകളിൽ ലോകം ചുറ്റിയ ചന്ദ്രസ്വാമിക്ക് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ സാധാരണ സുരക്ഷാ പരിശോധനകൾ പോലും ഒഴിവാക്കി കൊടുത്തിരുന്നു. സന്യാസിയുടെ വേഷമണിഞ്ഞ ചന്ദ്രസ്വാമി യഥാർത്ഥത്തിൽ വിദേശ ആയുധ കമ്പനികളുടെ പ്രധാന കമ്മീഷൻ ഏജന്റ് ആയിരുന്നു. 1980കളിൽ അമേരിക്കൻ ഭരണകൂടത്തെ പിടിച്ചു കുലുക്കിയ ഇറാൻ കോൺട്ര ആയുധ തട്ടിപ്പിൽ സ്വിസ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും ഹവാല വഴിയും കോടിക്കണക്കിന് ഡോളർ വകമാറ്റിയ സംഭവത്തിൽ ചന്ദ്രസ്വാമിയുടെ പങ്ക് US സെനറ്റ് കമ്മിറ്റികളുടെയും FBI-യുടെയും അന്വേഷണ പരിധിയിൽ വന്നു. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം നടത്തിയ വൻകിട കരാറുകളിൽ വിദേശ കമ്പനികൾക്ക് വേണ്ടി വഴിവിട്ട സ്വാധീനം ചെലുത്തിയതും ഇയാൾ തന്നെയായിരുന്നു. ബോഫോഴ്സ് പീരങ്കി അഴിമതിയുടെ രഹസ്യ സാമ്പത്തിക ഇടപാടുകളിലും ചന്ദ്രസ്വാമിയുടെ നിഴൽ സാന്നിധ്യം ഉണ്ടായിരുന്നു. 1991 മെയ് 21-ന് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സംഭവമാണ് ചന്ദ്രസ്വാമിയെ ഏറ്റവും വലിയ പ്രതിക്കൂട്ടിലാക്കിയത്. ഗൂഢാലോചന അന്വേഷിച്ച ജെയിൻ കമ്മീഷൻ ചന്ദ്രസ്വാമിക്കെതിരെ വിരൽ ചൂണ്ടി. രാജീവ് ഗാന്ധി വീണ്ടും അധികാരത്തിൽ വന്നാൽ തങ്ങളുടെ ആധിപത്യം അവസാനിക്കുമെന്ന ഭയം കാരണം LTT തലവൻ വേലുപ്പിള്ള പ്രഭാകരൻ, കുമാരൻ പത്മനാഭൻ എന്നിവരുമായി ചന്ദ്രസ്വാമി സാമ്പത്തിക ആയുധ ഇടപാടുകൾ നടത്തിയെന്ന് ആരോപണമുയർന്നു. LTTക്ക് ആവശ്യമായ ഫണ്ടുകൾ കൈമാറാനും ഖഷോഗി വഴി ആയുധങ്ങൾ ലഭ്യമാക്കാനും ഇയാൾ സഹായിച്ചോ എന്ന് CBIയുടെ പ്രത്യേക ഏജൻസി അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം നടത്തി. UK വ്യവസായി ലഖുഭായ് പഥക്കിൽ നിന്നും കരാർ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് $1,00,000 തട്ടിയെടുത്തു എന്ന കേസ് ചന്ദ്രസ്വാമിയുടെ തകർച്ചയ്ക്ക് തുടക്കമിട്ടു. ഈ കേസോടെ ഇന്റർപോൾ ഇയാൾക്കെതിരെ നിരീക്ഷണം ശക്തമാക്കി. വിദേശ നാണയ നിയന്ത്രണ നിയമം ലംഘിച്ചതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 9 കോടി രൂപയുടെ പിഴയും ചുമത്തി. 96-ൽ നരസിംഹറാവുവിന് അധികാരം നഷ്ടപ്പെട്ടതോടെ ചന്ദ്രസ്വാമിയുടെ രാഷ്ട്രീയ സംരക്ഷണം തന്നെ ഇല്ലാതായി. സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് 96 മെയ് 2-ന് CBI ചന്ദ്രസ്വാമിയെ അറസ്റ്റ് ചെയ്തു. സാക്ഷികളെ സ്വാധീനിക്കാൻ ശേഷിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതികൾ ജാമ്യം തള്ളിയതോടെ 190 ദിവസത്തോളം, ഏകദേശം 6 മാസം ഇയാൾക്ക് തീഹാർ ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയേണ്ടി വന്നു. ബാങ്കോക്കിൽ ആഡംബര അപ്പാർട്ട്മെന്റുകളും ലണ്ടനിലും ന്യൂയോർക്കിലും ബിനാമി സ്വത്തുക്കളും ചന്ദ്രസ്വാമിക്കുണ്ടായിരുന്നു. ആശ്രമത്തിലും വിദേശ അപ്പാർട്ട്മെന്റുകളിലും വിദേശ മോഡലുകളെയും പ്രമുഖരെയും സംഘടിപ്പിച്ചിരുന്ന പാർട്ടികളും അവിഹിത ബന്ധങ്ങളും അക്കാലത്ത് വലിയ വാർത്തയായി. ആത്മീയതയെ ഉന്നതരുടെ ദുർമോഹങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള മറയായിട്ട് മാത്രമാണ് ഇയാൾ ഉപയോഗിച്ചത്. റാവുവിന്റെ തകർച്ചയ്ക്ക് ശേഷം പ്രതാപം മങ്ങിയ ചന്ദ്രസ്വാമി 2017 മെയ് 23-ന് 69-ാം വയസ്സിലാണ് അന്തരിച്ചത്.
ഇന്നത്തെ ആൾദൈവങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പലരും ബാബ രാംദേവിനെ ചന്ദ്രസ്വാമിയുടെ പുതിയ പതിപ്പായി വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഇരുവരുടെയും രീതികൾ വ്യത്യസ്തമാണ്. ചന്ദ്രസ്വാമി ജനങ്ങൾക്ക് മുന്നിൽ വരാതെ പ്രധാനമന്ത്രിമാരെയും വിദേശ ആയുധ കച്ചവടത്തുകാരെയും നിയന്ത്രിച്ച് രഹസ്യ പവർ ബ്രോക്കർ ആയിരുന്നു. ഹവാലയും അന്താരാഷ്ട്ര കരാറുകളിലെ കമ്മീഷനുമായിരുന്നു ഇയാളുടെ വരുമാനം. എന്നാൽ ബാബ രാംദേവ് ടെലിവിഷനിലൂടെയും യോഗ ക്യാമ്പുകളിലൂടെയും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കിയ വ്യക്തിയാണ്. പതഞ്ജലി എന്ന വൻകിട കമ്പനിയിലൂടെ സോപ്പും പേസ്റ്റും വിറ്റഴിക്കുന്ന ഒരു കോർപ്പറേറ്റ് ബ്രാൻഡാണ് അദ്ദേഹം. ചുരുക്കി പറഞ്ഞ ചന്ദ്രസ്വാമി അന്താരാഷ്ട്ര ഗൂഢാലോചനകളുടെ നിഴൽ രാഷ്ട്രീയമായിരുന്നെങ്കിൽ രാംദേവ് നവലിബറൽ ഇന്ത്യയുടെ കോർപ്പറേറ്റ് യോഗ വ്യവസായിയാണ്. ആൾദൈവങ്ങളും രാഷ്ട്രീയ അധികാരവും തമ്മിലുള്ള കൂട്ടുകെട്ട് ജനാധിപത്യത്തിന് എത്രത്തോളം അപകടകരമാണെന്ന് ചന്ദ്രസ്വാമിയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. രാഷ്ട്രീയക്കാരുടെ തണൽ ലഭിക്കുമ്പോൾ ആൾദൈവങ്ങൾ നിയമത്തിന് മുകളിലാണെന്ന് കരുതുകയും അന്വേഷണ ഏജൻസികൾ നിസ്സഹായരാവുകയും ചെയ്യുന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തെ പോലും പണയം വെക്കുന്ന ഇത്തരം കൂട്ടുകെട്ടുകൾ ജനാധിപത്യത്തെ അട്ടിമറിക്കുമെന്നത് തീർച്ചയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞത്. അധികാരവും ആത്മീയതയും കുറ്റകൃത്യങ്ങളും ഒന്നു ചേർന്നപ്പോൾ രൂപപ്പെട്ട അപകടകരമായ വിഷച്ചങ്ങലയായിരുന്നു ചന്ദ്രസ്വാമി. എന്നാൽ എത്ര വലിയ ഭരണാധികാരിയുടെ പിന്തുണയുണ്ടെങ്കിലും സ്വതന്ത്രമായ ജുഡീഷ്യറിയും മാധ്യമങ്ങളും ശക്തമായി നിലകൊണ്ടാൽ ഏതൊരു പവർ ബ്രോക്കറുടെ സാമ്രാജ്യവും തകർന്നടിയും എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇയാളുടെ തീഹാർ ജയിൽവാസം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.